ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു മാനുഫാക്ചറിങ് ഡയറക്റ്റ് ഇൻപുട്ട് വേരിയൻസ്. എന്താണ് ഈ ഡയറക്റ്റ് ഇൻപുട്സ്? നമുക്കറിയാം ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറുമാണ് ഡയറക്റ്റ് ഇൻപുട്സ് എന്ന് പറഞ്ഞെങ്കിൽ. അതായത് മാനുഫാക്ചറിങ് പ്രോസസ്സിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഡയറക്റ്റ് ഇൻപുട്സ് എന്തൊക്കെയാണ്? ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറുമാണ്. അപ്പോൾ തൊട്ട് മുന്നുള്ള ക്ലാസ്സിൽ, അതായത് തൊട്ട് മുന്നുള്ള വീഡിയോയിൽ നമ്മൾ ഡയറക്റ്റ് മെറ്റീരിയൽ വേരിയൻസിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ക്ലാസ്സിൽ അല്ലെങ്കിൽ ഈ ഒരു സെഷനിൽ നമ്മൾ എന്തിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്? ഡയറക്റ്റ് ലേബർ വേരിയൻസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എക്സ്പ്ലനേഷനിലേക്ക് പോകാം. ഒരു എക്സാമ്പിൾ വെക്കാം. ആരാണ് ഈ ഡയറക്റ്റ് ലേബേഴ്സ്? ഒരു റോ മെറ്റീരിയലിനെ പ്രോസസ്സ് ചെയ്ത് അതിനെ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കുന്ന ആ പ്രോസസ്സിൽ ഡയറക്റ്റ്ലി ഇൻവോൾവ് ചെയ്യുന്ന ലേബേഴ്സിനെയാണ് നമ്മൾ ഡയറക്റ്റ് ലേബേഴ്സ് എന്ന് പറയാം. ഓക്കെ, അതായത് നമ്മളുടെ ഇവിടുത്തെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാൻഡ് ആയിട്ടുള്ള ലൈം ജ്യൂസ് ആണ്. സോ ഈ ലൈം ജ്യൂസിലെ ലൈം സ്ക്യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ ഷുഗർ മിക്സ് ചെയ്യാനോ, അതായത് ഈ ഒരു പ്രൊഡക്റ്റിലേക്ക് ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ചെയ്യുന്ന ലേബേഴ്സ്, അവരാണ് നമ്മൾ ഡയറക്റ്റ് ലേബേഴ്സ് എന്ന് പറയാം. സോ ഡയറക്റ്റ് ലേബേഴ്സിനെ കുറിച്ചുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡാറ്റാസും ആക്ച്വൽ ആയിട്ടുള്ള ഡാറ്റാസും തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. എന്താണ് സ്റ്റാൻഡേർഡ് ആയിട്ട് വന്നത്? ഈച്ച് ലൈം ജ്യൂസ് റിക്വയർസ് 0.5 ഡയറക്റ്റ് ലേബർ ഹവർ. ഒരു ലൈം ജ്യൂസ് ഉണ്ടാക്കണമെങ്കിൽ അവിടെ 0.5 ഡയറക്റ്റ് ലേബർ ഹവേഴ്സ് വേണം. ഓക്കെ, ഒരു ലൈം ജ്യൂസ് ഉണ്ടാക്കാനായിട്ട്. ഈ ഫിഗേഴ്സ് കാണുമ്പം റിയൽ ഫിഗേഴ്സ് അല്ല, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടി ഇട്ട ഫിഗറാണ്. അല്ലാണ്ട് ഹാഫ് ആൻ അവർ ഒന്നും ഒരിക്കലും എന്തിനു വേണ്ട ഒരു ലൈം ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി വേണ്ട. സോ നിങ്ങൾ ലോജിക്കലി തിങ്ക് ചെയ്തത് ഞാൻ എക്സാമ്പിളായിട്ടൊരു റാൻഡം ഫിഗർ ഇട്ടെന്നുള്ളൂ. അപ്പോൾ അത് സ്റ്റാൻഡേർഡായിട്ട് നമ്മൾ എന്താണ് ഫിക്സ് ചെയ്തത്? ലൈം ജ്യൂസ് ഒക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പേ നമ്മൾ ഫിക്സ് ചെയ്യുകയാണ് എന്ത്? ഒരു ലൈം ജ്യൂസ് ഉണ്ടാക്കണമെങ്കിൽ 0.5 ഡയറക്റ്റ് ലേബർ ഹവേഴ്സ് വേണം. അങ്ങനെ ഒരു ഡയറക്റ്റ് ലേബർ ഹവറിന് നമ്മൾ ഫിക്സ് ചെയ്തിരുന്ന സ്റ്റാൻഡേർഡായിട്ട് ഫിക്സ് ചെയ്തിരുന്നത് $12 ആണ്. ഇനി ആക്ച്വൽ ഫിഗേഴ്സിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ ഒരു പീരീഡിൽ 100 ലൈം ജ്യൂസസ് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. 100 ലൈം ജ്യൂസസ്. ഡയറക്റ്റ് ലേബർ ഹവേഴ്സ് എത്ര യൂസ് ചെയ്തിട്ടുണ്ട്? ടോട്ടൽ ഈ ഒരു പീരീഡിൽ 60 ഡയറക്റ്റ് ലേബർ ഹവേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു ഡയറക്റ്റ് ലേബർ ഹവറിന് $15 ആണ്. അപ്പോൾ തന്നെ നമുക്ക് കാണാമല്ലോ ഒരു വേരിയൻസ് ഇല്ലേ? കാരണം ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തിരുന്നത് $12 ആണ് ഒരു ഡയറക്റ്റ് ലേബർ ഹവറിന്. പക്ഷേ ആക്ച്വലി എത്ര വന്നിട്ടുണ്ട്? 15 വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. ആദ്യത്തെ വേരിയൻസ് ഡയറക്റ്റ് ലേബർ റേറ്റ് വേരിയൻസ്. എന്താണ് അതിൻ്റെ ഇക്വേഷൻ? ആക്ച്വൽ ഹവർ ഇൻറ്റു ആക്ച്വൽ റേറ്റ് മൈനസ് ആക്ച്വൽ ഹവർ ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് എന്താ ഉള്ളത്? ആക്ച്വൽ ഹവർ ആണല്ലേ. സോ അതിനൊന്ന് മാറ്റി നിർത്താം. ബാക്കിയുള്ളതിനെ എഴുതിയേ സ്റ്റാൻഡേർഡ് റേറ്റ് മൈനസ് ആക്ച്വൽ റേറ്റ് ഇൻറ്റു ആക്ച്വൽ ഹവേഴ്സ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, അതായത് റേറ്റ് വേരിയൻസ് അല്ലെങ്കിൽ പ്രൈസ് വേരിയൻസിലൊക്കെ നമ്മൾ ആക്ച്വൽ ഫിഗേഴ്സിനെ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുക. പകരം എഫിഷ്യൻസി വേരിയൻസ്, ക്വാണ്ടിറ്റി വേരിയൻസിലൊക്കെ സ്റ്റാൻഡേർഡ് ഫിഗർ ആയിട്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, ഇനി സ്റ്റാൻഡേർഡ് റേറ്റ് എത്രയാണ്? ഇവിടെ ഒരു ഡയറക്റ്റ് ലേബർ ഹവറിന് സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ ഫിക്സ് ചെയ്ത റേറ്റ് എത്രയാണ്? $12 അല്ലേ. സോ സ്റ്റാൻഡേർഡ് റേറ്റ് ഇസ് ഈക്വൽ ടു 12 മൈനസ് ആക്ച്വൽ റേറ്റ്. ഡയറക്റ്റ് ലേബർ ഹവറിന് ആക്ച്വലി എത്ര ആയിട്ടുണ്ട്? $15 ഇല്ലേ. ഒരു ഡയറക്റ്റ് ലേബർ ഹവറിന് $15 ഇല്ലേ. സോ മൈനസ് 15 ഇൻറ്റു ആക്ച്വൽ ഹവേഴ്സ്. ആക്ച്വലി എത്ര മണിക്കൂർ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്? എത്ര ഡയറക്റ്റ് ലേബർ ഹവേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്? 60 ഡയറക്റ്റ് ലേബർ ഹവേഴ്സ് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ. 60 ഡയറക്റ്റ് ലേബർ ഹവേഴ്സ് ഇസ് ഈക്വൽ ടു 12 മൈനസ് 15 ഇൻറ്റു 60, ദാറ്റ് ഈസ് 180 മൈനസ് 180 അല്ലെങ്കിൽ $180 അൺഫേവറബിൾ. എന്തുകൊണ്ടാണ് അവിടെ ഒരു അൺഫേവറബിൾ വന്നത്? അതായത് നമ്മൾ ഫിക്സ് ചെയ്തിരുന്നത്, സ്റ്റാൻഡേർഡായിട്ട് ഫിക്സ് ചെയ്തിരുന്നത് ഒരു എംപ്ലോയിക്ക് അല്ലെങ്കിൽ ഡയറക്റ്റ് ലേബർ ഹവറിന് $12 പെർ ഡയറക്റ്റ് ലേബർ ഹവറാണ്. അതായത് ഒരു ഡയറക്റ്റ് ലേബർ ഹവറിന് $12 ആണ്. പക്ഷേ ആക്ച്വലി നമുക്ക് എത്ര ആയിട്ടുണ്ട്? $15 കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് ഒരു ഡയറക്റ്റ് ലേബർ ഹവറിന്. അങ്ങനെ ഒരു ഹവറിൻ്റെ മേലെ തന്നെ അപ്പോൾ നമുക്ക് എത്രയായി? -3 അൺഫേവറബിൾ ഉണ്ട്. അതായത് $3 അൺഫേവറബിൾ വന്നിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 60 ഡയറക്റ്റ് ലേബർ ഹവേഴ്സാണ് ആക്ച്വലി നമ്മൾ എടുത്തത്. സോ -3 ഇൻറ്റു 60, ദാറ്റ് ഈസ് -180 ഓർ $180 അൺഫേവറബിൾ. ഓക്കെ, നെക്സ്റ്റ് വേരിയൻസ് നോക്കാം. ഡയറക്റ്റ് ലേബർ എഫിഷ്യൻസി വേരിയൻസ്. ഇതിൻ്റെ ഇക്വേഷൻ എന്താണ്? ആക്ച്വൽ ഹവേഴ്സ് ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ് മൈനസ് സ്റ്റാൻഡേർഡ് ഹവർ ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. ഇതിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ളത് ഏതാ? സ്റ്റാൻഡേർഡ് റേറ്റ് അല്ലേ, സ്റ്റാൻഡേർഡ് റേറ്റ് അല്ലേ. സോ അതിനൊന്ന് മാറ്റി നിർത്തുക. ബാക്കിയുള്ള സ്റ്റാൻഡേർഡ് ഹവർ മൈനസ് ആക്ച്വൽ ഹവർ ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്, കോമൺ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് റേറ്റിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു എഫിഷ്യൻസി വേരിയൻസ്, ക്വാണ്ടിറ്റി വേരിയൻസിലൊക്കെ നമ്മൾ സ്റ്റാൻഡേർഡ് ഫിഗറിനെ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ നമ്മൾ സ്റ്റാൻഡേർഡ് ഫിഗറിനെ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്. പക്ഷേ പകരം പ്രൈസ് വേരിയൻസും റേറ്റ് വേരിയൻസിലും നമ്മൾ ആക്ച്വൽ ഫിഗേഴ്സുമായിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്. ഓക്കെ, സോ സ്റ്റാൻഡേർഡ് ഹവർ എന്താ? തൊട്ട് മുന്നത്തെ വീഡിയോയിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തന്നിരുന്നു സ്റ്റാൻഡേർഡ് ഹവർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത്. അതായത് ഇവിടെ ഒരു ലൈം ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് 0.5 ഡയറക്റ്റ് ലേബർ ഹവേഴ്സാണ് ആവശ്യമുള്ളത്. സ്റ്റാൻഡേർഡായിട്ട് ഫിക്സ് ചെയ്തത്
ടോട്ടൽ അങ്ങനെ ആക്ച്വലി നമ്മൾ എത്ര ലൈം ജ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്? 100 ലൈം ജ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്. അതായത് സ്റ്റാൻഡേർഡായിട്ട് നമ്മൾ ഫിക്സ് ചെയ്തത് 0.5 ഡയറക്റ്റ് ലേബർ ഹവർ ആണ് ഒരു ലൈം ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി വിചാരിച്ചിരിക്കുന്നത്. അത് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ, അതിൻ്റെ കണ്ടെക്സ്റ്റിൽ എടുക്കുന്നുണ്ടെങ്കിൽ ഈ 100 ലൈം ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് എത്ര ഡയറക്റ്റ് ലേബർ ഹവേഴ്സ് വേണ്ടി വരും? അപ്പോൾ നമ്മൾ എങ്ങനെ കാണുക? 0.5 ഡയറക്റ്റ് ലേബർ ഹവർ ഒന്നിന് ഇൻറ്റു 100 ലൈം ജ്യൂസ് ആണെങ്കിൽ 0.5 ഇൻറ്റു 100 ദാറ്റ് ഈസ് 50 ഹവേഴ്സ്. അതാണ് നമ്മളുടെ സ്റ്റാൻഡേർഡ് ഹവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, സ്റ്റാൻഡേർഡ് ഹവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്? പെർ യൂണിറ്റ് സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് എത്രയാണോ വേണ്ടത് ഇൻറ്റു ആക്ച്വൽ ഔട്ട്പുട്ട്. ഓക്കെ, സ്റ്റാൻഡേർഡ് ഹവർ ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട് എന്നാണ് ഇതിന് ശരിക്കും പറയാം. അപ്പോൾ എന്താണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്? 0.5 ഡയറക്റ്റ് ലേബർ ഹവറാണ് നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് ഫിക്സ് ചെയ്തിരുന്നത് ഒരു ലൈം ഉണ്ടാക്കാനായിട്ട്. അങ്ങനെ 100 ലൈം ജ്യൂസ് ഉണ്ടാക്കണമെങ്കിൽ ഈ ഒരു കണ്ടെക്സിൽ നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് ഫിക്സ് ചെയ്തതിൻ്റെ കണ്ടെക്സിൽ നോക്കുന്നുണ്ടെങ്കിൽ 100 ലൈം ജ്യൂസ് ഉണ്ടാക്കണമെങ്കിൽ എത്ര ഹവേഴ്സ് വേണമെന്നാണ്. ഓക്കെ, സോ 0.5 ഇൻറ്റു 100 അപ്പോൾ 50 ഹവേഴ്സിൻ്റെ ആവശ്യമുണ്ട്. 50 ഡയറക്റ്റ് ലേബർ ഹവേഴ്സിൻ്റെ ആവശ്യമുണ്ട്. എന്ത്? സ്റ്റാൻഡേർഡ് ഹവറായിട്ട്. ഓക്കെ, അപ്പോൾ 50 എന്ന് എഴുതി. ആക്ച്വൽ ഹവേഴ്സ് ഡയറക്റ്റ്ലി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടല്ലോ, എത്രയാ? 60 അല്ലേ? സോ 60 എന്ന് എഴുതി. ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. സ്റ്റാൻഡേർഡായിട്ട് എത്രയാണ് റേറ്റ് വരുന്നത്? ഇവിടെ സ്റ്റാൻഡേർഡായിട്ട് നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ച റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഡയറക്റ്റ് ലേബർ ഹവറിന് $12 ആണ്. 12 ഈക്വൽ ടു 50 മൈനസ് 60 ഇൻറ്റു 12 ദാറ്റ് ഈസ് -120 അല്ലെങ്കിൽ $120 അൺഫേവറബിൾ. ഓക്കെ, അതായത് നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് ഫിക്സ് ചെയ്തിരുന്നത് 50 ഡയറക്റ്റ് ലേബർ, അതായത് 50 ഹവേഴ്സ് വർക്കേഴ്സിനെ കൊണ്ട് പണിയെടുപ്പിക്കാമെന്നാണ്. പക്ഷേ ഇവിടെ ആക്ച്വലി 60 മണിക്കൂർ പണിയെടുപ്പിക്കേണ്ടി വന്ന്, 10 മണിക്കൂർ അധികം പണിയെടുപ്പിക്കേണ്ടി വന്ന്. 10 മണിക്കൂർ അധികം പണിയെടുപ്പിക്കേണ്ടി വരുമ്പോൾ ആ 10 മണിക്കൂറിൽ 1 മണിക്കൂർ നമ്മൾ ചാർജ് ചെയ്യേണ്ട സ്റ്റാൻഡേർഡായിട്ട് 12 ആയിരുന്നു. അങ്ങനെ 10 മണിക്കൂർ എന്ന് പറയുമ്പോൾ 12 ഇൻറ്റു 10 ഈസ് ഈക്വൽ ടു 120. ഓക്കെ, അടുത്തത് നോക്കാം നമുക്ക്. ടോട്ടൽ ഡയറക്റ്റ് ലേബർ വേരിയൻസ്. ടോട്ടൽ ഡയറക്റ്റ് ലേബർ വേരിയൻസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഡയറക്റ്റ് ലേബർ റേറ്റ് വേരിയൻസും ഡയറക്റ്റ് ലേബർ എഫിഷ്യൻസി വേരിയൻസും. ഇത് രണ്ടിൻ്റെയും സമ്മിനെയാണ് നമ്മൾ ടോട്ടൽ ഡയറക്റ്റ് ലേബർ വേരിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിൻ്റെ ഇക്വേഷൻ എന്താണ്? സ്റ്റാൻഡേർഡ് ഹവർ ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ് മൈനസ് ആക്ച്വൽ ഹവർ ഇൻറ്റു ആക്ച്വൽ റേറ്റ്. ഇവിടെ എത്രയാണ് സ്റ്റാൻഡേർഡ് ഹവർ? നമ്മൾ എങ്ങനെയായിരുന്നു കാൽക്കുലേറ്റ് ചെയ്തത്? അതായത് ഒരു ലൈം ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് 0.5 ഡയറക്റ്റ് ലേബർ ഹവറാണ്. അങ്ങനെയാണെങ്കിൽ ആക്ച്വലി നമ്മൾ 100 ലൈം ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ലൈം ജ്യൂസ് ഉണ്ടാക്കാൻ 0.5 ഡയറക്റ്റ് ലേബർ ഹവർ ആണെങ്കിൽ 100 ലൈം ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് എത്ര ഹവേഴ്സ് എടുക്കും? 0.5 ഇൻറ്റു 100 ദാറ്റ് ഈസ് 50 ഹവേഴ്സ്. ദാറ്റ് ഈസ് 50 ഹവേഴ്സ്. ഇതാണ് നമ്മളുടെ സ്റ്റാൻഡേർഡ് ഹവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സ്റ്റാൻഡേർഡ് ഹവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ. ദെൻ സ്റ്റാൻഡേർഡ് റേറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? സ്റ്റാൻഡേർഡ് റേറ്റ് എന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. $12 പെർ ഡയറക്റ്റ് ലേബർ ഹവർ ആണ്. അതായത് ഒരു മണിക്കൂർ ഒരു ഡയറക്റ്റ് ലേബർ ഹവറിന് $12 ആണ്. ഓക്കെ, ഇനി ആക്ച്വൽ ഹവേഴ്സ്. ആക്ച്വലി എത്ര മണിക്കൂർ നമ്മൾ ഡയറക്റ്റ് ലേബർ ഹവേഴ്സ് നമുക്ക് വന്നിട്ടുണ്ട്? 60 ഹവേഴ്സ് വന്നിട്ടില്ലേ? 60 ഇൻറ്റു ആക്ച്വൽ റേറ്റ്. ഒരു ഡയറക്റ്റ് ലേബർ ഹവറിന് ആക്ച്വലി എത്രയാണ് റേറ്റ് വരുന്നത്? 15 അല്ലേ? സോ 15 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 50 ഇൻറ്റു 12 ദാറ്റ് ഈസ് 600 മൈനസ് 60 ഇൻറ്റു 15 ദാറ്റ് ഈസ് 900. അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം എത്രയാണ്? -300 അല്ലേ? അല്ലെങ്കിൽ $300 അൺഫേവറബിൾ. അപ്പോൾ ഞാൻ നേരത്തെ മുന്നേ പറഞ്ഞിരുന്നു ടോട്ടൽ ഡയറക്റ്റ് ലേബർ വേരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ലേബർ റേറ്റ് വേരിയൻസിൻ്റെയും ഡയറക്റ്റ് ലേബർ എഫിഷ്യൻസി വേരിയൻസിൻ്റെയും സമ്മാണ് അല്ലേ? അതായത് ഡയറക്റ്റ് ലേബർ റേറ്റ് വേരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്രയാണ് കിട്ടിയത്? ഇവിടെ 180യും എഫിഷ്യൻസി വേരിയൻസ് 120യും കിട്ടിയത്. -180യും -120യാണ് കിട്ടിയത്. ഇത് പ്ലസ് ചെയ്ത് എത്ര കിട്ടും? -180 -120 ദാറ്റ് ഈസ് -300 അൺഫേവറബിൾ. -180 -120 എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് ഒരു മൈനസ് ഫിഗർ കൊടുക്കുക വേണ്ടത്. ഓക്കെ, സോ ഈ ഒരു എക്സ്പ്ലനേഷൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.